ഭാരതത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു പേരാണ് യോഗി ആദിത്യനാഥ്. ഇന്നലെ ഒരു പ്രമുഖ സ്വകാര്യ ടെലിവിഷൻ ചാനൽ യോഗിയോട് ചോദിച്ചു, അങ്ങാണോ അടുത്ത പ്രധാനമന്ത്രി? രാജ്യം മുഴുവൻ കേൾക്കാൻ കാത്തിരിക്കുന്നൊരു ഉത്തരമാണ്. പക്ഷേ യോഗി പറഞ്ഞു, രാഷ്ട്രീയം എൻ്റെ പൂർണ്ണസമയ ജോലിയല്ല. എൻ്റെ പൂർണ്ണസമയ ജോലി എന്ന് പറയുന്നത് ഞാനൊരു യോഗിയാണ്. എന്നോട് പാർട്ടി പറഞ്ഞു രാഷ്ട്രീയത്തിൽ വരാൻ. പാർട്ടി മതി എന്ന് പറയുമ്പോൾ ഞാൻ ആ പണി നിർത്തി എൻ്റെ പൂർണ്ണസമയ ജോലിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പ്രധാനമന്ത്രി പദം വിട്ടിട്ട് നരേന്ദ്രമോദി ഹിമാലയത്തിലേക്ക് പോകും, തപസ് ചെയ്യും എന്നൊക്കെ പറയുന്ന, പണ്ട് ചെറുപ്പത്തിൽ മോദി പോയിട്ടുണ്ടല്ലോ. അതുപോലെ ഒരുപക്ഷെ യോഗിയും മോദി പലതവണ രാമകൃഷ്ണ മിഷനിൽ ഈ ആഗ്രഹം അറിയിച്ചതാണ്. ഇതല്ല നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജോലി രാഷ്ട്ര സേവനമാണെന്ന് അവരും വന്നു പറഞ്ഞിരുന്നു. അപ്പോൾ യോഗിയും പറയുന്നു, ഞാൻ പ്രധാനമന്ത്രി ആവുമെന്ന് ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ യോഗിയാണ്. അപ്പോൾ യോഗി ആവത്തില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി? അതായത് യോഗി ഇപ്പോൾ പറഞ്ഞതായിട്ട് സുനിൽ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ പാർട്ടി എന്നോട് പറഞ്ഞു ഞാനിത് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, അത് സമർപ്പണവുമാണ്. അതൊന്നും എൻ്റെ ജോലി ഇതല്ലെന്നും പറയുന്നു. അതെ. അപ്പോൾ അതേസമയം ഗുണം എന്താണ്? അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരുന്നാൽ ഈ അളിയന്മാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. കോഴ ഇങ്ങനത്തെ പരിപാടികൾ, അഴിമതി, ആ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇദ്ദേഹമൊക്കെ ഈ ജനകരാജാവിൻ്റെയൊക്കെ കഥയൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ സിലബസിൽ ജനകരാജാവൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ അല്ലാതെ വായിച്ചിട്ടാണ് ഈ ഋഷി തുല്യരായ രാജാക്കന്മാരുടെ ഇല്ലേ, രാജർഷി എന്ന് പറയുമല്ലോ. ജനക മഹാരാജാവ്, സീതയും സത്യത്തിൽ രാമൻ്റെ ഗുരുവാണെന്നൊക്കെ അതുകൊണ്ടാണല്ലോ പറയുന്നത്. പല സമയത്ത് ഉപദേശം അങ്ങനെയാണ്, ജനകൻ്റെ മകൾ. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഇവർ ഈ സ്റ്റേറ്റിനെയൊക്കെ കാണുന്നത്, ഭരണം. അപ്പോൾ രാജർഷിയായിട്ടും അദ്ദേഹത്തിന് ഇരിക്കാം. അപ്പോൾ അങ്ങനെയും ഒരു കൺസെപ്റ്റ് ഹിന്ദുമതത്തിൻ്റെ അകത്തുണ്ട്. അല്ലാതെ ഒരു യോഗി സന്യാസിയായി ഒരാളെന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത്? യോഗി ആ സ്ഥാനത്തിരിക്കുമ്പോൾ യോഗിയുടെ മനസ്സ് അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. ഈ മോദിയുടെ മനസ്സും അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. ഇത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ രാജർഷി എന്നുള്ള അതാണ് അദ്ദേഹം ഇപ്പോൾ വസുദൈവ കുടുംബം എന്നൊക്കെ ട്രംപ് ഉറക്കത്തിലൊക്കെ പറയുന്നുണ്ട്. ഈ മോദി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട്. ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് പോയൊരു സ്വയം സേവകൻ തന്നെ ഒരിക്കൽ അദ്ദേഹത്തിന് ഈ മറ്റേ രാംനാഥ് കോവിന്ദാണ് പ്രസിഡന്റ് ആവുക എന്നൊക്കെ ഉള്ളത് നേരത്തെ വിവരം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട്, ആ സമയത്ത് ഞാൻ കോവിന്ദിൻ്റെ പേര് പോലും കേട്ടിട്ടില്ല, അദ്ദേഹം എവിടെയോ ഗവർണറൊക്കെ ആയിരുന്നാണ്. അദ്ദേഹം പഴയ സ്വയം സേവകൻ എന്നുള്ളതിലേക്ക് മോദിയെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ മോദി പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്ന് സംസാരിച്ചു. ഇനി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു മുറി പോയപ്പോൾ ഒരു പായ വിരിച്ചിട്ടിട്ടുണ്ട് തറയില്. അപ്പം അവര് മുഖ്യ സേവകൻ എന്ന് എപ്പോഴും അവർ പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ മനസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും അതിനു വേണ്ടി. അപ്പോൾ സുനിൽ പറഞ്ഞതിൻ്റെ അകത്തൊരു കൊളുത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ സംഘടന പറയുകയാണ് നിങ്ങൾ പ്രധാനമന്ത്രിയാണ് പറഞ്ഞാൽ ഞാൻ ആവുന്നുണ്ട്, സംഭവം അതിൻ്റെ അകത്ത് കിടക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഡയറക്റ്റ് ചോദ്യം കൂടെ വന്നു. BJPയും നരേന്ദ്രമോദിയും യോഗിയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. കേന്ദ്ര നേതൃത്വമായി അത്ര സുഖത്തിലല്ല എന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. യോഗി മോദിക്കെതിരാണ്, UP യിൽ തോക്കാൻ കാരണം അങ്ങനെയാണ്, യോഗി കൊടുത്ത ലിസ്റ്റ് പറ്റി അതിന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അങ്ങനെ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. മാത്രമല്ല അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ രണ്ടുപേരുണ്ടായിരുന്നു, ആ കേശവ പ്രസാദ് മൗര്യ എന്നൊക്കെ പറയുന്ന രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടല്ലോ. അവരുടെ ജാതിക്കളിയും എല്ലാം കൂടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കേന്ദ്രത്തിൽ വേറൊരാളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് അക്കാലത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യോഗി പോയി യോഗിയുടെ ഭാഗം ഡൽഹിയിൽ പോയി വിശദീകരിച്ചതോടുകൂടി ആ പ്രശ്നം തീർന്നല്ലോ. യോഗിക്ക് വേറെ താല്പര്യങ്ങളില്ല, അതുകൊണ്ടാണ്. മാത്രമല്ല ഉത്തർപ്രദേശിൽ ഇപ്പോൾ എവിടെയെങ്കിലും അനങ്ങുന്നുണ്ടോ? ഈ കലാപകാരികളെയൊക്കെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്തില്ലേ? നമ്മളിത് പറയുമ്പോൾ ഉത്തർപ്രദേശിലെ ഈ ബുൾഡോസർ രാജ് അത് വലിയ ആക്ഷേപവും ഒരുപാട് പേർക്ക് ആശ്വാസവുമാണ്.
അതിനെ സംബന്ധിച്ചൊരു സുപ്രീം കോടതിയുടെ ഒരു വിധി ഇന്നലെ വന്നു. അവിടെ 2-3 കെട്ടിടങ്ങൾ പൊളിച്ചത് നിയമവിരുദ്ധമാണ്. മീററ്റിലോ മറ്റോ നോട്ടീസ് കൊടുക്കാതെ ചെയ്തു. അതുകൊണ്ട് അവർക്ക് വീട് വെക്കണം, അവരുടെ ജീവിക്കാനുള്ള അവകാശം. ഒരു കുട്ടി പഠിക്കുന്ന പുസ്തകമായിട്ട് ഓടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. നോട്ടീസ് യോഗി സർക്കാരും പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് നോട്ടീസ് കൊടുത്തിട്ട് നിയമാനുസൃതമേ ഒഴിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് മീററ്റിൽ അങ്ങനെ സംഭവിച്ചതെന്നുള്ള ആലോചിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ യോഗി ആലോചിക്കുമായിരിക്കും. അത് സംബന്ധിച്ച് ചോദ്യം വന്നു. ഇങ്ങനെ ബുൾഡോസർ രാജ് ഇത് UP നടപ്പാക്കി, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചെയ്യുന്നുണ്ട്, അതിനെതിരെ സുപ്രീം കോടതി പറയുന്നുണ്ട്, എന്താണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് യോഗി പറഞ്ഞത് മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ബുൾഡോസർ രാജ് ഈ ഒരു വലിയ നേട്ടമായിട്ടൊന്നും കാണുന്നില്ല. ബാക്കി അടുത്തതാണ് രസകരം. പക്ഷേ അതൊരു അനിവാര്യമായ നടപടിയാണ്, അതൊരു ആവശ്യമാണ്. അതിനകത്തൊരു ഈ നിയമത്തിൻ്റെ ഈ ട്രാക്കിലൂടെ അല്ലാതെ വഴിമാറിപ്പോകും ഇനിയും എന്നുള്ള സൂചനയായിട്ട് തോന്നാമോ? അതായത് നമ്മൾ ഈ ബുൾഡോസർ ഈ യോഗി ചെയ്യുന്നു എന്ന് പറയുന്നത്, നമ്മൾ കേരള ചരിത്രം വായിക്കുകയാണെങ്കിൽ ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നതാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലബാറിലെ കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പഴശ്ശിരാജയുടെ ഒക്കെ കാലത്തൊക്കെ പഴശ്ശിരാജയുടെ കൂടെ ഇടയ്ക്ക് പോയി ചേരുന്ന ചില മുസ്ലിം മൂപ്പന്മാരുണ്ടായിരുന്നു അവിടെ. ആ മൂപ്പന്മാരുടെയൊക്കെ ഈ സ്ഥലം ബ്രിട്ടീഷുകാർ കണ്ടുകിട്ടുന്നുണ്ട്. അപ്പോൾ EMS തന്നെ ജയിലിലേക്ക് അയക്കുന്ന സമയത്ത് EMSന്റെ ഭൂമി മറ്റേ കണ്ടുകെട്ടാൻ മജിസ്ട്രേറ്റ് ഉത്തരവ് ഇടുന്നുള്ളത് ഉറപ്പായത് കൊണ്ട് അപ്പോഴാണ് EMSന്റെ സ്വത്ത് ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുന്നത്. അങ്ങനെ സംഭവം ഉണ്ട്. നേരത്തെ ഭൂപരിഷ്കരണം വരുന്നതിന് മുമ്പ് ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമിയിൽ വന്ന വാർത്ത എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ EMS ഭാര്യയുടെ പേരിൽ എഴുതി വെച്ച സ്വത്ത് ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ അറസ്റ്റിലാവും പിടിയിലാവും മുൻകൂട്ടി കണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അത് റദ്ദാക്കി. ഈ റദ്ദാക്കിയ വാർത്ത മാതൃഭൂമിയിൽ വന്നത് നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ ഈ സ്വത്ത് പാർട്ടിക്ക് കൊടുത്തിട്ടില്ല എന്ന് NC ശേഖറിന്റെ ആത്മകഥ, P നാരായണൻ നായരുടെ ആത്മകഥ, ഇതിലൊക്കെ ഈ ബുൾഡോസറിനെ ഇപ്പൊ കേരളത്തിൽ, അതായത് കണ്ടുകെട്ടൽ എന്ന് പറയുന്ന സ്ഥലം കണ്ടുകെട്ടൽ എന്ന് പറയുന്നത് പണ്ടേ കണ്ടുകെട്ടൽ മാത്രമല്ല, ഇടിച്ചു പൊളിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ആക്ഷേപം. ഇപ്പൊ ഇടിച്ചു പൊളിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപം പറയുന്ന ഒന്ന് കേരളത്തിലെ മലയാളികളാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇടിച്ചു പൊളിക്കുന്നത് കണ്ട് ആർത്ത് വിളിച്ച് കൈയടിക്കുന്നുണ്ട്. MG റോഡിൽ, എറണാകുളത്ത് MG റോഡിൽ ഈ അബാദ് പ്ലാസ ഹോട്ടലിനടുത്തും ഷേണായിസിന്റെ മതിലും ഒക്കെ ബുൾഡോസർ വന്ന് ഇടിച്ചു പൊളിക്കുമ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും ആർത്തിരിക്കുകയും കൈയടിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പൊ പൊളിച്ചതൊക്കെ പഴയ പോലെ വീണ്ടും വന്നു. അബാദ് പ്ലാസ ഹോട്ടലിന് ഇപ്പുറത്തുള്ള ഒരു വഴി തുറന്നു, ഷേണായിസിന്റെ പൊളിച്ചു. മതിൽ കെട്ടാതിരുന്നു. പിന്നീട് ഈ ഇവിടുന്ന് ബുൾഡോസറുകൾ ടിപ്പർ ലോറികളിൽ കയറ്റി മൂന്നാറിലേക്ക് പോയി. മൂന്നാറിൽ ഇടിച്ചു പൊളിച്ചപ്പോൾ എന്തൊരാവേശമായിരുന്നു. വലിയ സന്തോഷമായിരുന്നു. മറ്റേ മരടിലെ എൻ്റെ വീടിന്റെ മുമ്പിലുള്ള ഫ്ലാറ്റ് പൊളിച്ചപ്പോഴും കുറെ പേർക്ക് വലിയ സന്തോഷം. എല്ലാവരും പോയി. ഇവിടെ ചില ഘട്ടങ്ങളിൽ സന്തോഷിക്കാനും നല്ലതാണെന്ന് പറഞ്ഞ് കൈയടിക്കാനും, എന്നാൽ UP ചെയ്യുമ്പോൾ അത് കുഴപ്പമാണെന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. അതുണ്ട്. അത് മറ്റേ മതരോഗം എന്ന് പറയുന്ന രോഗമാണത്. അത് മതപരമാണത്. ഇപ്പൊ നമ്മൾ പറയുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. ഒരു മതത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സെക്യുലറിസം ആവും എന്ന് പറയുന്നതാണ്. ഇത് ഈ മോദിയുടെ കാര്യത്തിലും യോഗിയുടെ കാര്യത്തിലും ഒക്കെ അവർക്കെന്തെങ്കിലും കുഴപ്പം വരുന്ന തോന്നിയാലും വലിയ സന്തോഷമുള്ള ആളുകളുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം മോദി മറ്റേ സെപ്റ്റംബറിൽ റിട്ടയർ എന്ന് പറയാൻ വേണ്ടി RSS നാഗ്പൂർ കാര്യാലയത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി അധികാരത്തിലേറിയിട്ട് പോയില്ല. ഇപ്പൊ പോയത് മോഹൻ ഭാഗവതിനോട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ, 75 വയസ്സാവുകയാണല്ലോ സെപ്റ്റംബറിൽ, അതോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണെന്ന് പറയാൻ പോയതാണെന്ന് മറ്റേ ഉദ്ധവ് താക്കറെ സേനയുടെ MP സഞ്ജയ് റാവത്ത് അവിടെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. അപ്പൊ യോഗിയല്ല, ഇഷ്ടംപോലെ ആളുകൾ BJPക്ക് ഉണ്ട് പ്രധാനമന്ത്രിയാകാൻ. പ്രധാനമന്ത്രി ഫട്നാവിസ് പറഞ്ഞു ഇനി അടുത്ത കൂടി പ്രധാനമന്ത്രിയാവും. 2029 കൂടെ പ്രധാനമന്ത്രിയായിട്ട് അത് കഴിഞ്ഞ് ആലോചിക്കാം. അദ്ദേഹം ഒന്നും ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. മാത്രല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു നല്ല വാചകമുണ്ട് ഫട്നാവിസ്, ഇന്ത്യൻ സംസ്കാരത്തിൽ
പിതാവ് ജീവിച്ചിരിക്കെ അതെ. പിന്തുടർച്ചാവകാശം ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. അത് മുഗളന്മാരുടെ സംസ്കാരം. അത് മുഗൾ സംസ്കാരമാണ്. ഞങ്ങൾക്ക് അതിന് സമയം. നമ്മൾ ഈ പറഞ്ഞ ഔറംഗസീബ് എന്താ ഇത് അപ്പനെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഷാജഹാനെ ഇട്ടിട്ടാണ് 7.5 കൊല്ലം പച്ചവെള്ളം പോലും കൊടുത്തില്ല. പച്ചവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം മാത്രം കൊടുത്തു. അതെ. അപ്പൊ ഷാജഹാൻ തീരുമാനിച്ചിരുന്നത് ദാരാ ഷിക്കോയെ ആക്കാൻ, ദാരാ ഷിക്കോയെയും കൊന്നു. ഇതാണ് അവര് അച്ഛനും മകനും, അച്ഛൻ മകനെ കൊല്ലും, മകൻ അച്ഛനെ കൊല്ലും. അതിന് ആദ്യത്തെ 4 ഖലീഫമാരുടെ ചരിത്രം തന്നെ അങ്ങനെയല്ലേ. പ്രവാചകന്റെ കുടുംബമാണെന്നുള്ളത് പോലും നോക്കിയിട്ടില്ലല്ലോ. ഏതായാലും റംസാൻ കഴിഞ്ഞ ഉടനെയാണ് ഈ യോഗി ആദിത്യനാഥിന്റെ ഇന്റർവ്യൂ വന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ചോദ്യം വന്നു. ഈ പൊതു ഇടങ്ങളിൽ നമാസ് നടത്തിയത് UP-യിൽ തടഞ്ഞു. ഇത്തവണ UP-യിൽ റംസാൻ സമാധാനപരമായിട്ടാണ്, ശാന്തമായിട്ട് പര്യവസാനിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഹോളിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പൊതു ഇടങ്ങളിലെ നമാസ് വിലക്കി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആചാരങ്ങളും ഒക്കെ എല്ലാവർക്കും നടത്താം, നമ്മൾ ആർക്കും തടസ്സമല്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു തോട്ടി പൊക്കിക്കോ, പക്ഷേ ഹൈ ടെൻഷൻ ലൈനിൽ മുട്ടരുത്. HT ലൈനിൽ മുട്ടരുത്. മുട്ടിയാൽ അറിയാമല്ലോ എന്ത് സംഭവിക്കുന്നത്. ഏതായാലും അത് മനോഹരമായ ഗംഭീരമായൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ചോദ്യം ഇപ്പോഴും യോഗി ഉത്തരം പറഞ്ഞോ അതോ പറഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല. യോഗി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി പാർട്ടി തീരുമാനിക്കും എന്നല്ലേ. അങ്ങനെയാണ്. കാരണം സ്വയം സേവകനാണ്. അത് നമ്മളിത് കാച്ചിക്കുറുക്കിയെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പാർട്ടി തീരുമാനിക്കുന്നതാണ്. സ്വയം സേവകനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ സ്വയം സേവകൻ അത് സാധാരണഗതിയിൽ നിരസിക്കില്ല. സമർപ്പിത ജീവിതമാണ്. കാരണം എപ്പോഴും പറയും, ഈ സ്വയം സേവകൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങോട്ടൊന്നുമില്ല, സ്വാഹാഹ എന്ന് മന്ത്രത്തിൽ പറയില്ലേ, എല്ലാം അങ്ങോട്ടുള്ളതാണ്. സമർപ്പയാമി. ഏതായാലും ഇത് മനോഹരമായ ഇൻ്റർവ്യൂ ആയിരുന്നു. അത് നമ്മുടെ മാധ്യമങ്ങളിലും മലയാളത്തിലെ ചാനലുകളും കാണിച്ചില്ല, പത്രങ്ങളിലും വന്നിട്ടില്ല. അതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, സമ്പലു ഒക്കെ പറയും. അതും ഇവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്ത് വന്നില്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.